ഹലോ മക്കളെ, അപ്പൊ നിങ്ങളെ മിഡ് ടേം എക്സാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. മിഡ് ടേം എക്സാമിന് ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിന് വരാൻ സാധ്യതയുള്ള ഏറ്റവും സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, which of the following statement is correct? യെസ്, അതായത് ചുവടെ നൽകിയ പ്രസ്താവന ഉണ്ടല്ലോ, അത് വായിക്കുക, ഏതാണ് ശരിയായത് എന്നാണ് ചോദ്യം. ഒന്നാമത് ക്വസ്റ്റ്യൻ, സൗണ്ട് ആൻഡ് ലൈറ്റ് ആർ ട്രാൻസ്വേഴ്സ് വേവ്. ശബ്ദവും പ്രകാശവും അനുപ്രസ്ഥ തരംഗാണെന്ന് ആണോ? അങ്ങനെ ആരെയും പറഞ്ഞാൽ മടലോട്ട് അടിക്കണം. യെസ്, ഒരിക്കലും അല്ല. ഇനി രണ്ടാമത്തെ സൗണ്ട് ആൻഡ് ലൈറ്റ് ആർ ലോഞ്ചിറ്റ്യൂഡൽ വേവ്. ശബ്ദവും പ്രകാശവും അനുദൈർഘ്യമാണെന്ന് ഒരിക്കലും അല്ല. അപ്പൊ ഇതും തെറ്റാണ്. മൂന്നാമത്തത് സൗണ്ട് ഈസ് ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലൈറ്റ് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ശബ്ദം അനുപ്രസ്ഥ തരംഗമാണെന്നും പ്രകാശം അനുദൈർഘ്യം പറഞ്ഞു. അവിടെ ചില ആൾക്കാർ കൺഫ്യൂഷൻ വരും. ലാസ്റ്റ് വൺ, സൗണ്ട് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആൻഡ് ലൈറ്റ് ഈസ് ട്രാൻസ്വേഴ്സ് വേവ്. ശബ്ദം അനുദൈർഘ്യമാണ്, പ്രകാശം അനുപ്രസ്ഥമാണ് അല്ലേ? അതാണ് റൈറ്റ് ആൻസർ. സിമ്പിൾ. നെക്സ്റ്റ് വൺ, name the maximum displacement from equilibrium position for oscillation. തുലന സ്ഥാനത്തിൽ നിന്നൊരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിന്റെ അളവാണ് ഡാഷ്. ഞാനിവിടെ സിമ്പിൾ ഇട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞേ. സിമ്പിൾ എ എന്ന് കണ്ടാൽ തന്നെ പിന്നെ വിതൗട്ട് എനി ഡൗട്ട് ഒരു സംശയമില്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ആണ് അല്ലെങ്കിൽ ആയതിയാണ് എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, യൂണിറ്റ് യെസ്, മീറ്റർ ആണ് കേട്ടോ. SI യൂണിറ്റ് മീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, Dash waves do not require a medium to travel. അതായത് ഡാഷ് തരംഗങ്ങൾക്ക് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമില്ല. മാധ്യമം ആവശ്യമില്ലാത്ത തരംഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മീഡിയം. ആവശ്യമില്ല ട്രാവൽ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, സെറ്റ് ആണല്ലോ? യെസ്. നെക്സ്റ്റ്, അടുത്ത് ഒരു ചോദ്യമില്ലേ? റൈറ്റ് ടു എക്സാമ്പിൾസ് ഫോർ മെക്കാനിക്കൽ വേവ്സ്. അതായത് യാന്ത്രിക തരംഗങ്ങളുടെ ഉദാഹരണം വേണം. എന്താ യാന്ത്രികം എന്ന് പറഞ്ഞാല്? സഞ്ചരിക്കാൻ എന്ത് വേണം? മീഡിയം വേണം, അല്ലെങ്കിൽ സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുള്ള തരംഗങ്ങളാണ് മെക്കാനിക്കൽ വേവ് അല്ലെങ്കിൽ യാന്ത്രിക തരംഗങ്ങൾ. നമ്മൾ പ്രധാനമായിട്ടും രണ്ടാളുകളെ കുറിച്ചാണ് പഠിച്ചത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഒന്ന് ട്രാൻസ്വേഴ്സ് വേവ്, രണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് അല്ലെങ്കിൽ അനുപ്രസ്ഥ തരംഗം, അതേപോലെ തന്നെ അനുദൈർഘ്യ തരംഗം എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. സെറ്റ് ആണല്ലോ? യെസ്. അടുത്തേക്ക് പോയാലോ? അടുത്തേക്ക് പോകാം. What are the different types of electromagnetic waves? അതായത് വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഏതൊക്കെയാണ്? ഏഴുണ്ടല്ലേ? നമുക്ക് R M I V U X G എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? സാർ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതോ, ഞാൻ പറയാം. സാർ എഴുതിക്കോളി. രശ്മിക എഴുതിക്കോളി. രശ്മിക നടി രശ്മിക. അതന്നെ രശ്മിക. രശ്മിക, മന്ദാന താഴത്ത്. മന്ദാന. ഓക്കെ, ഈസ് വെരി യൂസ്ഫുൾ. ഇവിടെ വെരി ആയില്ല. വെരി യൂസ്ഫുൾ. എക്സ് താഴത്ത്. എക്സ് ഗേൾഫ്രണ്ട്. രശ്മിക മന്ദാന ഈസ് വെരി യൂസ്ഫുൾ എക്സ് ഗേൾഫ്രണ്ട്. മക്കളെ, രശ്മിക മന്ദാന ഈസ് വെരി യൂസ്ഫുൾ എക്സ് ഗേൾഫ്രണ്ട് എന്ന് ഓർത്തിച്ചാൽ മതി. RMIVUXG. റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമാ റേ. റേഡിയോ തരംഗങ്ങൾ, മൈക്രോ തരംഗങ്ങൾ. ഇത് ഇൻഫ്രാറെഡ് ആണ്. ഇൻഫ്രാറെഡ് തന്നെ പറയുന്നു. എന്താണ്? വിസിബിൾ ലൈറ്റിന്റെ മലയാളമാണ് ദൃശ്യപ്രകാശം. ഇത് അൾട്രാവയലറ്റ് തന്നെ പറയുന്നു. എക്സ്റേക്ക് എക്സ് കിരണങ്ങൾ എന്ന് പറയുന്നു. ഗാമാറേക്ക് ഗാമാ കിരണങ്ങൾ എന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. അപ്പൊ ഈ ഏഴെണ്ണത്തിന്റെ പേര് മറക്കാൻ പാടില്ല. എക്സാമിന് വരാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലാണ്. അടുത്തേക്ക് പോവാം. യെസ്, അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഷുവർ ക്വസ്റ്റ്യൻ വേവായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം ഉറപ്പായിട്ട് നിങ്ങൾ എക്സാമിന് നിങ്ങൾ കാണാൻ പോകുന്ന കാര്യമാണ്. എന്താ അവിടെ ചോദിച്ചത്? ഫൈൻഡ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ്. തരംഗത്തിന്റെ ആയതി കണ്ടെത്തണം. ഏത് ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ സാറേ. ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേ. യെസ്, ഏതെങ്കിലും ഒരു ശൃംഖം അല്ലെ ഗർത്ത് എടുക്കുക, അല്ലെങ്കിൽ
ക്രസ്റ്റ് അല്ലെ ട്രഫ് Okay. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അങ്ങോട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങോട്ട് ഇങ്ങനെ ഡോട്ട് നേരെ ഡോട്ട് ഇട്ട് നോക്കുക. അവിടെ ഏതാ റീഡിങ് കാണുന്നത് നോക്കുക അല്ലെ. അവിടെ റീഡിങ് കാണുന്ന ഏതാ 2 ആണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടി 2 മീറ്റർ. യെസ്, അത്രയുള്ള പരിപാടി. ആംപ്ലിറ്റ്യൂഡ് കാണാൻ ഏറ്റവും ഹൈറ്റിൽ നിന്ന് നേരെ ഡോട്ട് ഇട്ടാൽ മതി. പരിപാടി കഴിഞ്ഞ് സെറ്റ് ആണല്ലോ. യെസ്, അടുത്തേക്ക് പോവാം മക്കളെ. ഫൈൻഡ് ഔട്ട് ദ വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗ ദൈർഘ്യം കാണുക. തരംഗ ദൈർഘ്യം കാണാൻ പറഞ്ഞു. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ കണ്ടാൽ മതി. അതെ, ഒരു സിംഗിൾ വേവ് എങ്ങനെ ഇങ്ങനെ വരയ്ക്കാം. ഒരു ശൃംഗോ ഒരു ഗർത്തോ ഒരു ക്രസ്റ്റോ ഒരു ട്രഫോ. യെസ്, നമ്പർ നോക്ക്. തീർന്നു നമ്പർ 8 ആണ്. അപ്പൊ 8 ആണ് ഇതിന്റെ വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗ ദൈർഘ്യം. മക്കൾ നോക്കണത്രേ ഉള്ളൂ. ഒരു ക്രസ്റ്റും ഒരു ട്രഫും കഴിയണം അല്ലെ. ഒരു ശൃംഗവും ഒരു ഗർത്തവും കഴിയണം. അത്രേ ഉള്ളൂ. അത് എവിടെ കഴിയുന്ന നോക്കുക. 8 കഴിയുന്നത് അല്ലെ. തുടങ്ങുന്നത് 0 അങ്ങനെ നോക്കണം കേട്ടോ. അപ്പൊ തുടങ്ങുന്നത് 0 കഴിയുന്നത് 8 അപ്പൊ 8 മീറ്റർ വേവ് ലെങ്ത് അഥവാ തരംഗ ദൈർഘ്യം സിമ്പിൾ ആയിട്ട് കിട്ടി. അടുത്ത ചോദ്യം ഫ്രീക്വൻസി കാണാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. യെസ്, കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി അല്ലെങ്കിൽ തരംഗത്തിന്റെ ആവൃത്തി എത്രയാണെന്ന് കാണാൻ പറഞ്ഞാൽ F = 90 അല്ല n/t അല്ലെ. n/t എന്ന് പറഞ്ഞ ഇക്വേഷൻ ആലോചിച്ച് വെക്കുക. നമുക്ക് ടൈം ഒരു സെക്കൻഡ് കൊടുക്കുക. അതായത് ഈ തരംഗത്തിന് ഇവിടെ നിന്നിട്ട് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് ആണ് എന്ന് വിചാരിക്കൂ. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടെ എത്താൻ വേണ്ടി 1 സെക്കൻഡ് ടൈം വേണം വേവിന്, തരംഗത്തിന് എന്ന് വിചാരിച്ചോ. എന്ന് പറഞ്ഞാൽ എത്ര തരംഗം നമ്പർ ഓഫ് വേവ്സ് ആണ്. 1 2 3. യെസ്, അപ്പൊ എത്ര കമ്പനങ്ങൾ ഉണ്ട്, എത്ര വൈബ്രേഷൻ ഉണ്ട്, അതാണ് n എന്ന് പറഞ്ഞാൽ. ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ ഒരു ക്രസ്റ്റും ഒരു ട്രഫും ചേർന്നാൽ ഒരു വൈബ്രേഷൻ ആവും, ഒരു കമ്പനം. ഇതാ കേട്ടോ, 1 ഇതാ ഇവിടെ ഇങ്ങനെ 1 2 അങ്ങനെ എണ്ണി പോരുത്. ഇതാണ് 1, ഇതാണ് 1, ഇപ്പൊ 2, ഇപ്പൊ 3. അപ്പൊ എത്ര എണ്ണ? 3 എണ്ണം. 3 വൈബ്രേഷൻ, 3 കമ്പനങ്ങൾ. അപ്പൊ 3/1 3. യൂണിറ്റ് നിർബന്ധമായിട്ടാണ്. അര മാർക്ക് അല്ലെങ്കിൽ മിസ്സായി പോകും. ഹേർട്സ് ആണ് എന്ത് യൂണിറ്റ് വരുന്നത്. അപ്പൊ 3 ഹേർട്സ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സെറ്റ് ആണല്ലോ. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്ന സമയത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ദി വേവ്. യെസ്, തരംഗത്തിന്റെ വേഗത എത്രയാണ് എന്നാണ് ചോദിച്ചത് മക്കളെ. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാറുള്ളത് സാധാരണഗതിയിൽ. ഇങ്ങനെ വരച്ചെന്നാൽ ഒരിക്കലും മാറിപ്പോലല്ലോ. വി എന്ന് ഇവിടെ എഴുതും, എഫ് എന്ന് ഇവിടെ എഴുതും, ലാംഡ എന്ന് ഇവിടെ എഴുതും. എന്നിട്ട് വി അങ്ങോട്ട് അത് നിങ്ങൾക്ക് അറിയണം, അത് നിങ്ങൾ അറിയണം. ലാംഡ എന്ന് പറഞ്ഞ വേവ് ലെങ്ത് ആണ്, തരംഗ ദൈർഘ്യമാണ്. എഫ് എന്ന് പറഞ്ഞ ഫ്രീക്വൻസിയാണ്, ആവൃത്തിയാണ്. ഈ വി എന്ന് പറഞ്ഞ സ്പീഡാണ്, വേഗതയാണ്. അപ്പൊ ഇത് കാണില്ല, ഇതങ്ങോട്ട് പൊത്തിപ്പിടിക്കുക. അപ്പൊ വി പൊത്തിപ്പിടിച്ച എന്താ വായിക്കുക? V equal to F lambda ആണ് ഇക്വേഷൻ. V equal to F lambda. യെസ്, F നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എല്ലാരും കണ്ടോളൂ. 3 കിട്ടി. അപ്പൊ 3 യെസ്, ലാംഡ അവിടെ കാണുന്നത് യെസ് 8 ആണ്. 24 മീറ്റർ പെർ സെക്കൻഡ്. യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യെസ്, മീറ്റർ പെർ സെക്കൻഡ്. ഇനി മറ്റൊരു രീതിയോടെ നിങ്ങൾക്ക് കാണാം. സ്പീഡാണ് ഇക്വേഷൻ ഉണ്ട്. ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെങ്കിൽ ദൂരം ബൈ സമയം എന്നുള്ളൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്നതാണ്. സ്പീഡ് ഈക്വൽ ടു ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ വേഗത കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ദൂരം ബൈ സമയം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, അപ്പൊ ഈ വേവ് ആകെ എത്ര ദൂരം സഞ്ചരിച്ചു സാറേ? യെസ്, ഇവിടെ ദൂരം കൊടുത്ത ഡിസ്റ്റൻസ് കൊടുത്തോ. ഇങ്ങനെ 4 മീറ്റർ, 8 മീറ്റർ, 12 മീറ്റർ, 16 മീറ്റർ, 20 മീറ്റർ, 24 മീറ്റർ ആകെ സഞ്ചരിച്ചു. അപ്പൊ ദൂരം ഡിസ്റ്റൻസ് 24 ബൈ അതിനെടുത്ത ടൈം എത്രയാ? 1 സെക്കൻഡ്. ഒറ്റ സെക്കൻഡ്. അവിടുന്ന് ഇവിടേക്ക് എത്താൻ വേണ്ടി എടുത്ത ടൈം 1 സെക്കൻഡ്. അപ്പൊ 24/1 എന്ന് പറഞ്ഞാൽ അപ്പോഴും നമുക്ക് കിട്ടുക 24 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാ. അതന്നെയല്ലോ വെടിയും കിട്ടി. അപ്പൊ ഈ 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? ചെയ്യാൻ പറ്റും. രണ്ടും നമ്മൾ എന്ത് തന്നെയാ കണ്ടത്? സ്പീഡ് തന്നെയാ കണ്ടത്, വേഗത തന്നെയാണ് കണ്ടത് എന്നുള്ളതൊന്നും എന്ത് ചെയ്യുക? ആലോചിച്ച് വെച്ചേക്കാം. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തായാലും ഈ ചോദ്യം വരും, ഉറപ്പാ. Some statements regarding transverse wave and longitudinal waves are given. Yes. Classify and tabulate them. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുപ്രസ്ഥ തരംഗങ്ങൾ ഏതാണ്, അനുദൈർഘ്യ തരംഗങ്ങൾ ഏതാന്ന് നോക്കണം. കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ പട്ടികപ്പെടുത്തണം. ഓക്കെ, അപ്പൊ സിമ്പിൾ ആണ്. ഒന്നാമത് യെസ്, പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് perpendicular to the direction of propagation of the wave. അതായത് ഇങ്ങനെ വേവ് പോവാണെന്നുണ്ടെങ്കിൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യണം, ശരിയല്ലേ? ലംബമായിട്ട് കമ്പനം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെ, തരംഗത്തിന്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായിട്ട് കമ്പനം ചെയ്യുന്നുണ്ട്. സംശയിക്കേണ്ടത് എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണ് അല്ലെങ്കിൽ അനുപ്രസ്ഥ തരംഗമാണ്. ഇനി രണ്ടാമത്, അപ്പൊ ഞാൻ ഇവിടെ ടീന്നിട്ട് വെക്കട്ടെ. രണ്ടാമത്തത് കംപ്രഷനും റെയർഫ്രാക്ഷനും ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഉണ്ടാകുന്നുണ്ട്. നോ ഡൗട്ട്. ഏതാ സാധനം?
ഏതാ സാധനം? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്, അല്ലെങ്കിൽ യെസ് അനുദൈർഘ്യ തരംഗമാണ് എന്നുള്ളത് നമുക്ക് കിട്ടി. യെസ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പ്രഷർ വേരിയേഷൻ ഒക്കർ ഇൻ ദ മീഡിയം. പ്രഷർ വേരിയേഷൻ അല്ലെങ്കിൽ മർദ്ദ വ്യതിയാനം ഉണ്ടാവുന്നു. ഈ മർദ്ദ വ്യതിയാനമാണ് എന്ത്? ഉച്ചമർദ്ദ മേഖലയും നീചമർദ്ദ മേഖലയും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇതും ഇത് തന്നെയാണ്, ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്. യെസ്. ഇനി അടുത്തത് ക്രസ്റ്റ് ആൻഡ് ട്രഫ്സ് ആർ ഫോംഡ്, അല്ലെങ്കിൽ ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉണ്ടാകുന്നു. ഒരു ഡൗട്ടും എന്താ സാധനം? ട്രാൻസ്വേഴ്സ് വേവ് ആണ്, അല്ലെങ്കിൽ അനുപ്രസ്ഥ തരംഗമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. യെസ്. പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് parallel to the direction of propagation of wave. Yes. അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നു, തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി മാധ്യമത്തിലെ കണികകൾ കമ്പനം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതെന്താണ്? അഥവാ ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആണ്. ഇനി ലാസ്റ്റ്, നോ പ്രഷർ വേരിയേഷൻ ഒക്കർ ഇൻ ദ മീഡിയം, അല്ലെങ്കിൽ എന്ത് നടക്കുന്നില്ല? മാധ്യമത്തിൽ മർദ്ദ വ്യതിയാനം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ട്രാൻസ്വേഴ്സ് വേവ് ആയിരിക്കും, അല്ലെങ്കിൽ അനുപ്രസ്ഥ തരംഗമായിരിക്കും എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക. അപ്പോൾ ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇനിയും നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴത്ത് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എന്ത് ചെയ്യും? എത്തിച്ചേരും. നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്ക് ഉഷാറെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മസ്റ്റ് ആയിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്തു. ഏതെങ്കിലും സബ്ജക്റ്റിൽ നിങ്ങൾക്ക് മിഡ് ടേം ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയിനിടയിൽ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിലെ ഏത് ടോപ്പിക്കാണ് ഞങ്ങൾ എന്ത് ചെയ്യും അത് കവർ ചെയ്തിരുന്നു ഉറപ്പ് പറയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.